ഹായ് ഹലോ നമുക്കിന്ന് നഖത്തിനിടുന്ന മൈലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. നിങ്ങൾ പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ജീരകം 1 ടീസ്പൂണ്, വലിയ ജീരകം 1 ടീസ്പൂണ്. ഇതിൽ 2-3 തവണ ഇടുന്നത് ചെറിയ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതിലേക്ക് അടുത്തത് വേണ്ടത് ചായപ്പൊടി ഇപ്പം നമ്മൾ 2 ടീസ്പൂണ് ചായപ്പൊടി ഇടണം. അതായത് ചെറിയ ജീരകത്തിൻ്റെയും വലിയ ജീരകത്തിൻ്റെയും നേരെ ഇരട്ടി അത് ചായപ്പൊടി ഇടാം. ചായപ്പൊടി ഇടുന്ന അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. പഞ്ചസാരയും അതേ അളവിൽ തന്നെ ചേർത്ത് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. ഒരു 5-10 അല്ലി ഗ്രാമ്പു നമ്മളതിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു ചേർത്താൽ നമുക്ക് റെഡ് കളറ് നന്നായിട്ട് കിട്ടും. അത് കുറേ നാൾ ഈട് നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ, ഇത് ഞാൻ മൈലാഞ്ചി സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിന് ചുറ്റുഭാഗത്തുമായിട്ട് നമ്മൾ ആ പൊടി ഇട്ട് കൊടുക്കുക. അതിന് നടുവിലായിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് മേലേൽ നല്ല കട്ടിയുള്ള പാത്രത്തിൽ അത് മൂടുന്ന വിധത്തിൽ വെള്ളം വയ്ക്കുക. നല്ല ഹൈ സ്പീഡിൽ തന്നെ വെച്ച് കൊടുക്കുക. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം അതിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ നിറവ്യത്യാസം. നോക്കൂ, നല്ല റെഡ് കളറിൽ വന്നിട്ടില്ലേ, ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് വെള്ളം. അപ്പം നമ്മൾ ആ വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ വെള്ളം വേറൊരു ബൗളിലേക്ക് മാറ്റി നമ്മളതിലേക്ക് മൈദപ്പൊടി ചേർത്ത് നഖത്തിനിടുക. അപ്പോൾ നിങ്ങൾ കളറ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ലൊരു ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ മോളുടെ കൈക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ മോളുടെ കയ്യിൽ മോള് 2 തവണ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോളുടെ കൈയിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 തവണയും 2 തവണയും ഇട്ട വീഡിയോ ഫോട്ടോ ഇതിൽ കാണിക്കുന്നത്. മോളുടെ വിരലിൻ്റെ മുകളിൽ 2 തവണ ഇട്ടിട്ടുണ്ട്. എൻ്റെ വിരലിൻ്റെ മുകളിൽ ഞാൻ 1 തവണയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം മോളുടെ വിരലിന് നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. 1 തവണ ഇടുമ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് വരും. നമ്മൾ രാത്രിയാണ് ഇത് നഖത്തിനിട്ടിട്ടുള്ളത്. നമ്മൾ രാവിലെ കഴുകി കളയുമ്പം നല്ലൊരു കളറായിട്ട് കാണാം നമുക്ക്. ഞങ്ങൾ രാത്രി ഇട്ട് അത് ഉണങ്ങിയതിന് ശേഷം അത് നഖത്തുമ്മൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങിയത്. നഖത്തിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്നില്ല. കാരണം നമ്മൾ രാത്രി ഉറങ്ങുമ്പം കൈ അവിടെയും ഇവിടെയൊക്കെ പോകുമല്ലോ, തലേമലൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി ആകുമ്പോൾ ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം അത് പറിച്ച് മാറ്റിയിട്ട് നനയ്ക്കാതെ തന്നെ നമ്മൾ ഉറങ്ങുക. ഇതിപ്പം മോളുടെയും എൻ്റെയും വിരലാണ് കാണിക്കുന്നത്. എൻ്റെ വിരലിനും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ വിരലാണ്. 1 തവണ ഇട്ടതിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത്. അത് തന്നെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. മോളുടേത് 2 തവണ ഇട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മസ്റ്റായിട്ട് നിങ്ങൾക്ക് വിവരം അറിയും. നല്ല കളറായി കിട്ടും. 2 തവണ ഇടുകയാണെങ്കിൽ നല്ല കളറിൽ കിട്ടും. ഇതാ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബായ്.